വെൽക്കം 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 ബാക്ക് ടു അവർ ചാനൽ. നമ്മളിത് ഇന്ന് ചെന്നൈയിലെത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി വിശേഷവുമായിട്ട്. എന്താണ് ആ അടിപൊളി വിശേഷം എന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചെന്നൈയിലേക്കുള്ള യാത്ര നിങ്ങളൊന്ന് കണ്ടുവരും. ഓക്കെ, അപ്പൊ നമ്മൾ ചെന്നൈയിലേക്ക് പോകാനായിട്ട് എല്ലാവരും യാത്ര ചെയ്യുന്ന നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറി നിന്നപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ഊബർ ഓട്ടോ വന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തർ സാധനങ്ങളൊക്കെ ആയിട്ട് ഊബർ ഓട്ടോയിലേക്ക് കയറാനുള്ളൊരു തയ്യാറെടുപ്പാണ്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ ഡ്രൈവറായിട്ട് നമുക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ പുള്ളി നമ്മുടെ സാധനങ്ങളൊക്കെ ചെയ്ത് ഞാനും കയറി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളെ പരിചയമുള്ള ഞങ്ങൾ സ്നേഹത്തോട് ഉണ്ണിച്ചേട്ടാന്ന് വിളിക്കുന്ന രാജേന്ദ്രൻ ചേട്ടൻ്റെ ഹിൽവി ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ലൊരു ഊണ് കഴിച്ചിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഉണ്ണിച്ചേട്ടൻ്റെ ഹോട്ടലിൽ കയറി. അവിടെ ചെന്നപ്പോൾ ഞാൻ പതിവ് ഓർഡർ ചെയ്യാറുള്ളത് നല്ല മീൻകറിയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ടുള്ള അവരുടെ നോർമൽ മീൽസാണ് കേട്ടോ. അതിനകത്ത് ഈ മീൻകറി മീൻപുറത്തൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് മേടിക്കണേ. അപ്പോൾ ആദ്യം സാമ്പാർ കൂട്ടി കഴിക്കുന്നുണ്ട്. സാമ്പാർ കൂട്ടി കഴിച്ചു. അതിൻ്റെ എല്ലാവരും അഭിപ്രായം ചോദിക്കുകയാണ് എങ്ങനെയുണ്ടെന്നുള്ളത്. അതൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ ഒരു സൈഡിൽ നിന്ന് വർഷയും കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ഊണിൻ്റെയും ബിരിയാണിയുടെ ഒക്കെ വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യും കേട്ടോ എന്തായാലും. അപ്പോൾ അതേ അമ്മ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അമ്മയും പറഞ്ഞ അടിപൊളിയാണ്. ജോനിക്കുട്ടൻ എല്ലാവരും കഴിക്കണയൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ കൊഴുവ ഫ്രൈ എടുത്തായിട്ടാണെങ്കിൽ നമ്മൾ കഴിച്ചു നോക്കാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. നമ്മൾ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം നല്ല ഫുഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയില്ല. അങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് അടുത്തൊരു ഊബർ എടുത്തിട്ടാണ് നമ്മൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതേ ഊബർ വന്നു. ഊബറിൽ കയറി ഓനയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓനത് എല്ലാവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞു. ഓനെ ഹാപ്പിയാണ്. ഓന് യാത്ര എന്ന് പറഞ്ഞാൽ പണ്ടേ ക്രീസാണല്ലോ, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പുള്ളി എങ്ങനെ യാത്രയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4:30 മണിക്കാണ് നമ്മുടെ ആലപ്പി ചെന്നൈ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വണ്ടി 4:30 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ചേട്ടൻ ചോദിക്കുന്നുണ്ട് എവിടെ പോകുന്നതാണ്, എന്തിനാണ് ചെന്നൈ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വിശേഷങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി നമ്മൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ മേടിച്ചു. വർത്താനമൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് ജോനേനെ ഞാൻ കളിപ്പിക്കുന്നുണ്ട്. ജോനയ്ക്കാണെങ്കിൽ ഇറങ്ങി നടക്കണമെന്നുള്ളൊരു മൂഡിലാണ് ജോന നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് 1-2 ട്രെയിനൊക്കെ വേറെ വരവും പോക്കൊക്കെ അതിൽ കൂടെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് പോകാനുള്ള ആലപ്പിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ആലപ്പി ചെന്നൈ എക്സ്പ്രസ് വന്നത്. അപ്പം നമുക്ക് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ വണ്ടി വന്നു. 6ാമത്തെ ബോഗിയാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടോ. ചെന്നൈയിലുള്ള ഒരു അങ്കിളാണ്. അപ്പോൾ എനിക്കറിയാവുന്ന തമിഴൊക്കെ വെച്ച് ഞാൻ പുള്ളിക്കാരനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. എങ്ങനെയാണ് ചെന്നൈയിൽ, എങ്ങനെയാണ് താമസ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പുള്ളിയോട് ഇതിനിടയ്ക്ക് ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ നോർത്ത് സ്റ്റേഷനിൽ വണ്ടി എത്തി. അവിടെ നിന്ന് പിന്നെ വണ്ടി എടുത്ത് അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് ഇപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് മുന്നിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം ലൈറ്റും കാര്യങ്ങളും എല്ലാം സോളാറിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് നെടുമ്പാശ്ശേരിയുടെ ഭംഗിയെല്ലാം കണ്ട് എയർപോർട്ടും ദൂരത്തു നിന്ന് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ എങ്ങോട്ടാ പോണേന്നുള്ള വിശേഷം ഇതുവരെ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന്. നമ്മൾ പോകുന്നത് ബിഗ് ബോസ് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ജോനക്കുട്ടൻ രാത്രി ആയപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞ് പുള്ളി ജനലിലൂടെ ട്രെയിനിൻ്റെ ഓടുന്നതും മറ്റുള്ള റോഡ് കാഴ്ചകളും എല്ലാം കണ്ട് ആസ്വദിച്ചങ്ങോട്ട് നിൽക്കുകയാണ്. ഇതാണ് ചെന്നൈ വരെയുള്ള എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ എൻ്റെ ഫ്രണ്ട് അങ്കിള്. അപ്പം അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുക ചിപ്സ് വന്നു. അപ്പോൾ ചിപ്സൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ച് ഒരേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ വർഷയും എൻ്റെ കൂടെ നിന്ന് ചിപ്സൊക്കെ കഴിച്ച് ഒരു കമ്പനി തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചിപ്സൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്താ നോക്കണമെന്ന് വെച്ചപ്പോഴാണ് അമ്മ സീരിയൽ കാണുകയാണ്. യോനാണെങ്കിൽ അവിടെ നിന്ന് കളിക്കണമുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്ന് കിടന്ന് ഉറങ്ങിയിട്ടോ. ഉറക്കം എന്നിട്ടപ്പം നമ്മൾ ചെന്നൈയിലെത്തി. ഒരു 5:30 ആയപ്പോഴേക്കും ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെന്നൈയിലെത്തി നമ്മളിവിടെ ഇറങ്ങി. എല്ലാവരും നമ്മൾ ഇറങ്ങുകയാണ്. ഇറങ്ങി ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം റൂമും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചു പോരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഇവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ 8 മണിയാകുമ്പോൾ തിരിച്ചു പോകാനുള്ള കൗണ്ടർ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 8 മണി വരെ അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ 35 രൂപ എടുത്ത് കഴിഞ്ഞാൽ AC വെയിറ്റിംഗ് റൂം നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് 8 മണിയായപ്പോഴത്തേക്കും
നമുക്ക് പോകാനുള്ള ടിക്കറ്റും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള കാത്തിരിപ്പിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഊബറിന് പോകാമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മളൊരു ഊബറും ബുക്ക് ചെയ്ത് നമ്മുടെ വണ്ടി വരാനായിട്ട് കാത്തിരുന്നു. വണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു ഇവിടെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് എവിടെയാണ് വിലക്കുറവ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും പുള്ളി പറഞ്ഞു നമുക്ക് ടി നഗറിലേക്ക് പോകാം, അവിടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ തമിഴ്നാട്ടിലെ ഭരണശിലാ കേന്ദ്രത്തിന്റെ മുന്നിലൂടെ ഞങ്ങൾ ഊബർ ടാക്സിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചെന്നൈയിലെ സിറ്റി കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഈ പറഞ്ഞ ടി നഗറിനടുത്ത് തന്നെ ചെന്നിട്ട് ഒരു റൂം എടുത്ത് അപ്പൊ അവിടെ തന്നെ നമുക്ക് 3 നേരത്തുള്ള ഫുഡിന്റെ ഒക്കെ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചേക്കാന്ന് വെച്ചാൽ അധികം കൂടെ യാത്ര ചെയ്യണ്ടല്ലോ. അങ്ങനെ ഞാനും വർഷയും ജോനോട്ടനും നമ്മുടെ ക്യാമറമാനും അമ്മയും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത വടയാണ് ഓർഡർ ചെയ്തത്. അത് എവിടെ ചെന്നാലും അങ്ങനെ ചെയ്യും. വടക്കാകുമ്പോഴത്തേക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എങ്ങുമില്ല. അപ്പോൾ വട കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന ടേസ്റ്റാണ് വടക്ക്. അടിപൊളിയാണ് വട. അപ്പോൾ വർഷയാണെങ്കിൽ പൂരിയും മസാലയാണ് ഓർഡർ ചെയ്തത്. വർഷയും അതും കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ആസ്വദിച്ച് കഴിച്ച് ഒരു കോഫിയും കുടിച്ചിട്ട് പതിയെ ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. ഈ പറഞ്ഞ ടി നഗർ മാർക്കറ്റിനുള്ളിലേക്ക് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ആവശ്യത്തിന് ഡ്രസ്സുകാരും ഒരേ കടകളിൽ കയറി നോക്കിയിട്ടോ. അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് ഒരു ജീൻസും ബനിയാനും എടുത്തു. വർഷയ്ക്ക് എടുത്ത ഡ്രസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അതെല്ലാം എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ജോനോട്ട് ക്ഷീണം കൊണ്ട് ഉറക്കമായി. അങ്ങനെ എനിക്കൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ അടുത്ത കടയിൽ കയറിയേക്കാണ്. ഞാനും അവിടെ നിന്ന് 2 ഷർട്ടൊക്കെ എടുത്ത് ഇവിടെ നിന്നാണ് ഞാൻ ഷർട്ടൊക്കെ എടുത്തത്. അതിനൊക്കെ നമ്മളെ ക്യാമറാമാൻ ഡ്രസ്സൊക്കെ എടുത്തു. പക്ഷെ ക്യാമറാമാൻ്റെ പണി കിട്ടി. എനിക്കെടുത്ത കടയിൽ വന്നപ്പോഴത്തേക്കും വിലക്കുറവിൻ്റെ മഹാവിസ്മയം. അപ്പോൾ ഈ ഒരു കട നിങ്ങൾ നോക്കി വെച്ചോളൂ. നിങ്ങൾ ആരെങ്കിലും ഈ ഭാഗത്തേക്ക് വന്ന് ഇവിടെ കയറിയാൽ മതി, നല്ല വിലക്കുറവ് കിട്ടും. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ക്ഷീണമായി. അന്ന് ഒരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാവുന്നതായി. കയറിയപ്പോൾ തന്നെ ഞാനൊരു തണുത്ത വെളിൻ്റെ മേടിച്ച് കുടിച്ചിട്ടാണ് നടന്ന് ക്ഷീണിച്ചുകൊണ്ട്. അതിനിടയിൽ നമ്മൾ ചായ കുടിച്ചു. അതിനിടയിൽ അമ്മയ്ക്ക് ഒരു പൊതിഞ്ഞ് പാർസൽ മേടിക്കുമെന്ന് വേണ്ട, അമ്മയ്ക്ക് ഇവിടുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അമ്മയാണെങ്കിൽ ഒരു നൂഡിൽസും പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അമ്മ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് ഞങ്ങൾക്ക് മേടിക്കും. അപ്പോൾ ഞാനതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കഴിച്ചപ്പോഴേക്കും ചിക്കൻ റൈസാണ്, കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളും മേടിച്ചു പാർസൽ. എനിക്കും ക്യാമറാമാനും ഒക്കെ ഉള്ള പാർസൽ. അതിനിടയ്ക്ക് നമ്മുടെ ജോന് വന്നിട്ട് പുള്ളിയുടെ സാമിക്കൊന്നും അറിയിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിയും വന്ന് അതിനിടയ്ക്ക് കഴിയിട്ട് വാരി. വീണ്ടും ഞാനിങ്ങനെ ടേസ്റ്റ് കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി കഴിച്ച് നമുക്കിനി റൂമിലേക്ക് പോകണം. അവർ നേരത്തെ തന്നെ പോയി. അപ്പം നമുക്കിനി പോയി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ജോനിക്കുട്ടൻ ഇന്ന് ഇവിടെ എന്നെക്കാളും പവറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നൈയിലെത്തിയതിന്റെ ആദ്യത്തെ വിശേഷം എന്താണെന്ന് അത് കാണിക്കാനായിട്ടാണ് നിങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കേ. അപ്പോൾ നമ്മൾ പതിവ് പോലെ നേരം വെളുത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം ആ ഒരു കാര്യത്തിൽ പോകാനായിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി, കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ താക്കോൽ കൊണ്ട് കൗണ്ടറിൽ ഏൽപ്പിക്കണം. എന്നിട്ട് അടുത്ത ഊബർ എടുത്തിട്ട് വേണം ഇപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അതെ, അമ്മയൊക്കെ ഇറങ്ങി. വർഷമൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരാളെ, നമ്മുടെ നടന വിസ്മയം ലാലേട്ടനെ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് കാണാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പം അതൊരു സന്തോഷം നേരം വെളുത്തപ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞങ്ങളിതേ ബുക്ക് ചെയ്ത് ഊബർ വന്നു. ആ ഊബറിൽ കയറി നമ്മൾ ബിഗ് ബോസിൻ്റെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചിരഞ്ജീവി എന്ന് പറഞ്ഞൊരു ഡ്രൈവറെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പുള്ളി അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അവിടെ കുറേ സിനിമ, നമ്മൾ പോകുന്ന ഫിലിം സിറ്റിയിൽ കുറേ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നതിന് ചെറിയൊരു മഴയൊക്കെ പെയ്തു. അപ്പോൾ നമ്മുടെ വടപ്പളനി എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയത്. ഇതാണ് നമ്മുടെ സിനിമാ സ്വപ്നമുള്ള എല്ലാവരും വന്നിറങ്ങി, നമ്മുടെ സത്യമാഷ് ഉൾപ്പെടെയുള്ളവർ വന്നിറങ്ങിയ കോടമ്പക്കം സിനിമാക്കാരുടെ കേന്ദ്രം. ഇതാണ് ആ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. നമ്മുടെ വടപ്പളനി അടുത്ത് നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. കണ്ടപ്പോൾ ഒരു ചെറിയ ഷോപ്പായിരുന്നെങ്കിലും അവിടുത്തെ ചായയും സ്നാക്സൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വർഷം ആദ്യം ചായ വേണ്ടാന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവിടുത്തെ കട്ടൻ ചായ എല്ലാവരും മേടിച്ച് കുടിക്കുന്ന കണ്ടപ്പോഴേക്കും നല്ല തുളസിയും കുരുമുളകൊക്കെ ഇട്ട കട്ടൻ ചായ വർഷയും മേടിച്ച് കുടിച്ചിട്ടോ. അപ്പോൾ ഇപ്പോഴും ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് ചെറിയ കട്ടൻ ചായ കിട്ടിയപ്പോഴത്തേക്കും നല്ലൊരു തൊണ്ടയ്ക്കും ശരീരത്തിനൊക്കെ നല്ലൊരു ആശ്വാസം തോന്നി. അപ്പോൾ അങ്ങനെ ആറ്റി ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ചെന്നൈയുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഹൈവേയിലൂടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ യാത്ര ചെയ്യാണ്. ഇവിടെ പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ 80 മാത്രമേ പോകാവുള്ളൂ, അല്ലെങ്കിൽ 80 കിലോമീറ്റർ കഴിഞ്ഞ് സ്പീഡ് ലിമിറ്റ് കട്ടാവും, അങ്ങനെയൊന്നുമില്ല. ആ പുള്ളി 100 തന്നെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം രാവിലെ ആയിരുന്നു ഷൂട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ലാലേട്ടനെത്താൻ വൈകിയോണ്ട് 12 മണിക്കാണ് ഷൂട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷ ഫിലിം സിറ്റി അല്ലെങ്കിൽ EVP ഫിലിം സിറ്റി
ഇപ്പോൾ വെൽസ് കൺവെൻഷൻ സെൻ്റർ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിനുള്ളിൽ എത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ 17ാമത്തെ ബ്ലോക്കിലാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 17ാമത്തെ ബ്ലോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1500 ഏക്കർ ഏതാണ്ട് ദൂരമുണ്ട് ഈ സ്ഥലം. അപ്പോൾ അതേ നമ്മളവിടെ എത്തി. നമ്മളവിടെ എത്തിയപ്പോഴേക്കും നമ്മളെപ്പോലെ കുറേ മലയാളികൾ ബിഗ് ബോസിൻ്റെ ഷൂട്ട് കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളൊക്കെ ആസ്വദിക്കുന്ന 7ാമത്തെ സീസൺ ബിഗ് ബോസ് നടക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല. വർഷയും ജോനൂട്ടനൊക്കെ കഴിച്ച് ദോശയും സാമ്പാറും ഉപ്പുമാവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ജോനൂട്ടന് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ എന്നെ ചൂടുവെള്ളം കൊണ്ടുവന്നു. അപ്പോൾ ഇവരാണ് നമ്മുടെ പേരൊക്കെ എഴുതി നമ്മളെ ബിഗ് ബോസിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടത്തിലേക്ക് കയറ്റുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി ചെറിയ മഴയൊക്കെ പെയ്ത് എഴുതി മേടിച്ച് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അവിടെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. ജോനൂട്ടനൊരു കസേരയിട്ട് അമ്മ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചറിയുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ 100 പേർക്കാണ് ഇവിടെ സീറ്റുള്ളത്. അപ്പം നിങ്ങൾക്കിത് കാണണമെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമ്മളെപ്പോലെ തന്നെ കുറേ യൂട്യൂബർമാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു. അവരുടെ ചാനലിൻ്റെ കാര്യങ്ങൾ, നമ്മളെ ചാനലിൻ്റെ കാര്യങ്ങൾ അവരോടൊക്കെ പറഞ്ഞു. അതിന് വിശേഷങ്ങൾ പങ്കുവച്ചപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിന് പുളിശ്ശേരിയും പിന്നെ ചീരയും പരിപ്പ് വെച്ചുള്ളൊരു കറി, പിന്നെ ഡാൽ കറിയും ബീട്രൂട്ടിൻ്റെ ഒരു കറിയും പിന്നെ പേടയും സ്വീറ്റായിട്ട് പേടയും ഒക്കെ ഉണ്ടായിട്ടോ. അതായത് ഞങ്ങൾ ഷൂട്ടിങ്ങിന് കയറാനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ ശനി ഞായർ എപ്പിസോഡാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഇവിടെ കയറാൻ നേരത്തെ ഒരു ഫോണും സ്മാർട്ട് വാച്ചൊക്കെ മേടിച്ച് വെക്കും കേട്ടോ. പിന്നെ നമുക്കൊരു ടാഗ് തരും. ആ ടാഗ് നിങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഇത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ നൈറ്റിലേക്കുള്ള ഫുഡ് നമുക്ക് തന്നിട്ടാണ് വിട്ടത്. അപ്പോൾ ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി കയറാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ചെന്നൈ ചെന്നിട്ട് ചെന്നൈയിൽ ഒരു റൂം എടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് വേണം നാളെ നമുക്ക് പിറ്റേ ദിവസം തിരിച്ചു പോരാനായിട്ട്. അപ്പോൾ ഇത് വണ്ടി ഇങ്ങനെ വരുമ്പോൾ തന്നെ അപ്പം അതിനിടയ്ക്ക് അവിടെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫിലിം സിറ്റിയിൽ ഒരുപാട് സിനിമകളും സീരിയലുകളും ഒക്കെ ഷൂട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ആളും തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷൂട്ട് നടക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും വണ്ടി വരാൻ ആളെ വിളിച്ചിട്ട് പറഞ്ഞൊരു 15 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഷൂട്ടൊക്കെ കാണാൻ നമ്മളിത് ഏതൊരു തമിഴ് സീരിയലോ എന്തെങ്കിലും ഷൂട്ട് കണ്ടു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി വന്നപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഒരു മലയാളി നമ്മുടെ എറണാകുളത്ത് നിന്ന് പോയി താമസിക്കുന്ന ഒരു ചേട്ടനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് അവിടെ റൂമൊക്കെ എടുത്ത് തന്നു. ഇതാണ് ആ റൂം. നമ്മുടെ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിരുന്നു അത് റൂം. അപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ ടാഗാണ്. അപ്പോൾ നമ്മളിത് പിറ്റേ ദിവസമായി ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ബാഗ് പാക്ക് ചെയ്ത് ഞാനാണ് ഈ ഡ്രസ്സ് മാറി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പോകുമ്പോൾ നമുക്ക് കാപ്പി എന്തെങ്കിലും കുടിച്ചിട്ട് വൈകുന്നേരത്തെ സ്നാക്സ് കാര്യങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ജോനൂട്ടനാണ് അതിനിടയ്ക്ക് ഇറങ്ങാറായപ്പോൾ പുള്ളിക്ക് ടി വി ആണ്. പുള്ളിത്തെ റിമോട്ട് എടുത്ത് ആരും വെച്ച് തരാനില്ലാത്തതുകൊണ്ട് തന്നെ റിമോട്ടൊക്കെ എടുത്ത് ടിവിയുടെ പേരെ കൊണ്ട് കുത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കുക ഞങ്ങൾ റൂമൊക്കെ അടച്ച് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇവിടെ പിന്നെ അടുത്ത് തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കേണ്ടി വന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് കുറച്ചൊരു 10-20 അടി നടന്നു നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. ഇത് കണ്ടോ, നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു മലയാളി ചേട്ടൻ, പാലക്കാടുള്ള ചേട്ടൻ നടത്തുന്ന ഒരു കടയാണ്. അവിടെ നമ്മളൊരു കോഫി കാര്യങ്ങളൊക്കെ കഴിച്ചു. ജോലിയോട്ടനും ചായ കുടിക്കുന്നുണ്ട്. ഇനി വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. ജോനോട്ടൻ ഇങ്ങനെ ചായ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ആസ്വദിച്ചിരിക്കും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ജോനോട്ടിന് കഴിക്കാനുള്ള സ്നാക്സും കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ മേടിക്കുക, ട്രെയിനിൽ നിന്ന് മേടിക്കേണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ജോനോട്ടിന് വേണ്ട വടയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ മേടിച്ചു. ആ ചേട്ടനോട് വർത്തമാനമായിട്ട് പറഞ്ഞു ഇനിയും കാണാമെന്ന് യാത്ര പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിനിടയിൽ നിങ്ങൾ എന്തിനു വന്നാണെന്നൊക്കെ ഡ്രൈവറായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ചെന്നൈയിലെ രാത്രി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഈ തിരക്കിന് റെയിലൂടെ ഞങ്ങളിത് പതിയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ രാത്രി കാഴ്ച. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റൊക്കെ പോലെയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ബാഗുകൾ കാര്യങ്ങൾ അതുപോലെ KFC സെൻറ്ററുകളൊക്കെ നമ്മുടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ ഒരു 35 രൂപ എടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മണിക്കൂറിന് 35 രൂപ എന്നുള്ള രീതിയിൽ റെസ്റ്റ് എടുത്ത് ഫ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ വരാനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന ട്രെയിൻ തന്നെ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഇതേ ട്രെയിനിൽ ഞങ്ങൾ കയറി. എനിക്ക് നമ്മുടെ ക്യാമറമാനും കിട്ടിയത് AC ആണ്.
അത് കഴിഞ്ഞിട്ട് അവർക്കാണെങ്കിൽ കിട്ടിയത് സ്ലീപ്പറും കിട്ടി. അങ്ങനെ ഞങ്ങൾ യാത്ര വീട്ടിലേക്ക് വരാനുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. ദേ, അങ്ങനെ ഒന്നും ഇറങ്ങിയിരുന്നപ്പോഴത്തേക്കും അപ്പോൾ നമ്മളൊരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബിഗ് ബോസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പൊ നമ്മളിതേ പുറത്തിറങ്ങി വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.